കുഞ്ഞോളെ കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഒരു ടോപ്പിക്കാണിത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് എന്താണ് കാറ്റലിസ്റ്റ്, കറ്റാലിസിസ്, കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ടേംസ്, ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്, സെലക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ്, ദി മെക്കാനിസംസ് ഓഫ് കറ്റാലിസിസ്, അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. ഇനി വേറൊരു സ്പെഷ്യൽ ടൈപ്പിലുള്ള കറ്റാലിസിസുമായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്, എൻസൈം കറ്റാലിസിസ്. അപ്പോൾ അവിടെ എൻസൈംസ് എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നിങ്ങൾ ബയോളജിയിൽ കേട്ടൊരു ടേമാണ്. എൻസൈംസ് ആർ ആക്ച്വലി ദി ബയോമോളിക്യൂൾസ്. എന്താണ് ഈ ബയോമോളിക്യൂൾസ്? ജീവനുള്ള വസ്തുക്കളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കളാണ് ആക്ച്വലി ബയോമോളിക്യൂൾസ്. ദേ ആർ ലൈഫ്ലെസ് സബ്സ്റ്റൻസസ് വിച്ച് സസ്റ്റൈൻ ദി ലൈഫ് പ്രോസസ്സസ് ഇൻ ലിവിങ് സിസ്റ്റം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ഒരുപാടെണ്ണമുണ്ട്. ഹോർമോൺസ്, ലിപ്പിഡ്സ്, എൻസൈംസ്, വിറ്റാമിൻസ്, ഇതൊക്കെ ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ അതിൽപ്പെട്ടൊരു കൂട്ടരാണ് എൻസൈം. നമ്മളിപ്പോൾ എൻസൈമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതൊന്നല്ല, നമ്മൾ പ്രധാനപ്പെട്ട അതുമായി അതിൻ്റെ റോൾ എന്താണ്, ലിവിങ് സിസ്റ്റത്തിൽ എന്താണ് അതിൻ്റെ റോൾ, അതാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല, അത് നമ്മൾ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസിൽ പറയും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ കോംപ്ലക്സ് നൈട്രോജിനസ് കോമ്പൗണ്ട്സ്. കോംപ്ലക്സ് നൈട്രോജിനസ് കോമ്പൗണ്ട്സ്. ഓക്കെ, enzymes are complex nitrogenous organic compounds. കോംപ്ലക്സ് സ്ട്രക്ചർ കോംപ്ലക്സ് ആണ്, നൈട്രോജിനസ് നൈട്രജൻ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആണ്. അല്ല നമ്മൾ പറയട്ടോ എന്താണ് ഇതിൻ്റെയൊക്കെ മീനിങ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവസാനത്തെ ചാപ്റ്ററുകളിൽ പറയുന്നുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രോ കാർബണിൽ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഇത്, നൈട്രോജിനസ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള നൈട്രോജിനസ് കോമ്പൗണ്ട്സ് ആണ് എൻസൈംസ്. ആൻഡ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ plants and animals. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ റോള് നോക്കാം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ലിവിങ് സിസ്റ്റമാണ്. അതിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ചില പ്രോസസ്സുകൾ നടക്കണം. ലൈഫ് പ്രോസസ്സുകൾ നമ്മൾ അതിനെ പറയും. ആ ലൈഫ് പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. ഓക്കെ, ലിവിങ് സിസ്റ്റത്തിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നവരാണ് ഈ എൻസൈമുകൾ. Okay, so enzymes are the chemicals which are produced by the plants, produced in the body of plants and animals, and that compounds catalyzes the life processes in these living systems. Okay, അതുകൊണ്ട് തന്നെ അതായത് ബയോളജിക്കൽ വേൾഡിലുള്ള കാറ്റലിസ്റ്റുകളാണ് എൻസൈമുകൾ. സോ ദേ ആർ കോൾഡ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എന്നാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അല്ലെങ്കിൽ അതിന്റെ പറഞ്ഞ വേറൊരു പേരാണ്, കേൾക്കണേ, ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്. ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്, ബയോകെമിക്കൽ കാറ്റലിസ്റ്റ്. So they are complex nitrogenous organic compounds which are produced by plants and animals, and they catalyze the life processes in living systems. So they are called biological catalyst or biochemical catalyst. സംശയമില്ലല്ലോ. ഇനി and this phenomenon, എൻസൈമുകൾ ഈ ബയോ പ്രോസസ്സുകളെ ലൈഫ് പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യുന്ന ആ ഫിനോമിനന് പറഞ്ഞ പേരാണ് ബയോളജിക്കൽ catalysis. Biological catalysis. The phenomenon is called biological catalysis or biochemical catalysis or enzyme catalysis. Okay, enzyme catalysis. ഇനി നമ്മൾ അതിനെ ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളൊരു എന്താ പറയുക, ടോപ്പിക്ക് പറയുന്നത് കൊണ്ട് 2 എക്സാമ്പിൾ പറയാം.
നമ്മൾ അവസാന ബയോമോളിക്യൂൾസിന് ഒരുപാട് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട് കേട്ടോ. C12H22O11. What is that? Sucrose. That sucrose is decomposed to glucose and fructose. C6H12O6. C6H12O6, glucose and fructose, by the enzyme which is called invertase. നമ്മൾ ഈ പ്രോസസ് ഉണ്ടല്ലോ, ഈ പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. Then this glucose or fructose C6H12O6 is converted into C2H5OH. C2H5OH plus 2CO2. And this process is catalyzed by an enzyme which is called synase. Okay, ഇനി ഇഷ്ടമായ എക്സാമ്പിളുകൾ നമുക്ക് പഠിക്കാനുണ്ട്, പറയാനുണ്ട്, പഠിച്ചു കഴിഞ്ഞതുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് എൻസൈം എന്നുള്ളത് ക്ലിയർ ആയി. എൻസൈം കറ്റാലിസിസ് എന്താണെന്ന് ക്ലിയർ ആയി. അതിന്റെ എക്സാം മനസ്സിലായി. ഇത് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് എൻസൈമാറ്റിക് ആക്ഷൻ നടക്കുന്നത്, എൻസൈം കറ്റാലിസിസ് നടക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അതിന്റെ മെക്കാനിസം. Actually, the enzyme catalysis or enzymatic action, that means the catalytic action of enzyme is highly specific. നമ്മളെ കാറ്റലിസ്റ്റിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ് കാറ്റലിറ്റിക് ആക്ഷൻ ഇസ് ഹൈലി സ്പെസിഫിക്. സെലക്ടിവിറ്റി എന്നുള്ള ടേം പറഞ്ഞതാണ്. അപ്പോൾ ഇതും കാറ്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ എൻസൈമിന്റെ ആക്ഷനും ഹൈലി സ്പെസിഫിക് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ എൻസൈം പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. ഒരു പെർട്ടിക്കുലർ എൻസൈം ഒരു പെർട്ടിക്കുലർ റിയാക്റ്റന്റുമായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യത്തുള്ളൂ. എല്ലാ റിയാക്റ്റന്റുമായിട്ടും ഒരു എൻസൈം ഇന്ററാക്ട് ചെയ്യൂല. എങ്ങനെയാണെന്ന് അറിയാം, ജസ്റ്റ് ലൈക്ക് ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെന്റ് അല്ലെ. ഒരു പെർട്ടിക്കുലർ ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള കീ തന്നെ വേണം. അതേപോലെ ഒരു റിയാക്റ്റന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റിയാക്റ്റന്റ് അല്ലെ നമ്മളതിന് പറഞ്ഞ പേര് സബ്സ്ട്രേറ്റ്, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് ഒത്ത ഒരു കീ, അതായത് ഒരു എൻസൈം തന്നെ വേണം. സോ ഈ എൻസൈമാറ്റിക് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തിയറിയാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ലോക്ക് ആൻഡ് കീ മെക്കാനിസം. Okay, mechanism, that means mechanism of enzyme catalysis. Mechanism of enzyme catalysis. Okay, എന്താണ് പറഞ്ഞതാണ്, ഒരു പെർട്ടിക്കുലർ കീ ഉപയോഗിച്ച് മാത്രമേ ഒരു പെർട്ടിക്കുലർ ലോക്ക് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു പ്രത്യേകമായിട്ടുള്ള സബ്സ്ട്രേറ്റിനെ ഓപ്പൺ ആക്കാൻ, അതായത് അതിനെ ഇന്ററാക്ട് ചെയ്തിട്ട് അതിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിനോട് സൂട്ടബിൾ ആയിട്ടുള്ള എൻസൈം തന്നെ വേണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് അതിനൊരു സിംബോളിക് ആയിട്ട് ഇങ്ങനെ കാണിക്കാം. സപ്പോസ് ദിസ് ഈസ് ദി സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. സബ്സ്ട്രേറ്റ് മോളിക്യൂളിന്റെ സർഫസിൽ ഒരുപാട് ആക്റ്റീവ് സൈറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ സബ്സ്ട്രേറ്റ്, അതായത് റിയാക്റ്റന്റ് മോളിക്യൂൾ, ഈ റിയാക്റ്റന്റ് മോളിക്യൂളിന്റെ സർഫസിലുള്ള ആക്റ്റീവ് സൈറ്റാണ് ഇത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ലോക്ക് പോലെയാണ്. ആ ലോക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന കീയാണ് എൻസൈം. എല്ലാ എൻസൈമും ഒരു പെർട്ടിക്കുലർ എൻസൈം എങ്ങനെയാണ് എടുക്കണമെന്ന് അറിയാവോ, ആ എൻസൈമിന് ഈ ആക്റ്റീവ് സൈറ്റിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഈ ആക്റ്റീവ് സൈറ്റിന്റെ അതേ സൈസുള്ള ഒരു സർഫസ് ഉള്ള എൻസൈമാണ് ഇത്. ദിസ് ഈസ് എൻസൈം, ദിസ് ഈസ് സബ്സ്ട്രേറ്റ്, ദിസ് ഈസ് എൻസൈം. അപ്പോ ഈ സബ്സ്ട്രേറ്റ് ഈ എൻസൈമിനെ ഈ എൻസൈം ഈ സബ്സ്ട്രേറ്റിന്റെ അടുത്തോട്ട് വരും. എന്നിട്ട് ഇതിന്റെ സർഫസ്, എൻസൈമിന്റെ സർഫസ് സബ്സ്ട്രേറ്റിന്റെ സർഫസിലുള്ള ഈ ആക്റ്റീവ് സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ എൻ്റർ ചെയ്യണമെങ്കിൽ നോക്ക്, സപ്പോസ് ഇതിന്റെ ഇത് എന്താ പറയാ, ആക്റ്റീവ് സൈറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല, ഇതിന് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ
ഇതിന്റെ ആക്റ്റീവ് സൈറ്റ് ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതിന്റെ സർഫസ് ഇങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് എൻ്റർ ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ പറയാ, കുളത്തി നിൽക്കണം. അതിന്റെ ഉള്ളിൽ ഈസി ആയിട്ട് ഊരിപ്പോവാൻ എന്താ പറയാ, ഒരു അച്ചിലി എന്താ പറയാ, എന്തെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് നമുക്ക് അതിന്റെ ഒരു ഇമേജ് കിട്ടുന്നില്ല. അതേപോലെ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സുട്ടബിൾ ആയിട്ട് അവിടെ ജോയിൻ ചെയ്ത് നിൽക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ട്രേറ്റിലേക്ക് ഈ എൻസൈം കയറി കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിന്റെ സൈസ് ആൻഡ് ഷേപ്പും ഇതിന്റെ സൈസ് ആൻഡ് ഷേപ്പ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പോകുന്നു. ഓക്കെ, ഈ ലോക്കിന്റെ ഉള്ളിലേക്ക് ഈ കീ കയറി പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഇതാ നോക്ക് കയറുന്നു. എൻസൈം വന്നിട്ട് സബ്സ്ട്രേറ്റിന്റെ സർഫസിൽ കയറും. ഇതിന്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, സംശയമില്ലല്ലോ. ഇതിന്റെ പേരാണ് എൻസൈം സബ്സ്ട്രേറ്റ് ഇന്റർമീഡിയറ്റ്. എൻസൈം സബ്സ്ട്രേറ്റ് ഇന്റർമീഡിയറ്റ് വിച്ച് ഈസ് അൺസ്റ്റേബിൾ. അപ്പൊ ഞാൻ എന്താണെന്ന് അറിയാം, എൻസൈം ഇതിൽ ഇവിടെ റിയാക്ഷൻ നടത്തിയിട്ട് ഇതിനെ ഡിക്കമ്പോസ് ചെയ്യും. സബ്സ്ട്രേറ്റിനെ ഡിക്കമ്പോസ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, സബ്സ്ട്രേറ്റ് കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. അതായത് അതേസമയം എൻസൈം അങ്ങനെ അതിന് മാറ്റൊന്നും ഉണ്ടാവില്ല. അത് ഇതേപോലുള്ള അടുത്ത മോളിക്യൂളിന്റെ അടുത്തേക്ക് അത് പോകും. അതിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ അല്ലേ? സോ ദിസ് ഈസ് എൻസൈം ആൻഡ് ദിസ് ഈസ് പ്രോഡക്റ്റ്. ഇതാണ് ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് കാറ്റലിസ്റ്റ്, എന്താണ് എക്സാമ്പിള്, പിന്നെ അതിന്റെ മെക്കാനിസം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ ചെറിയൊരു ടോപ്പിക്കാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ പഠിക്കാൻ. വാട്ട് ഈസ് എൻസൈം കറ്റാലിസിസ്, പിന്നെ അതിനുള്ള എക്സാമ്പിൾ, അതിന്റെ മെക്കാനിസം പഠിച്ചു കഴിഞ്ഞു. ഇനി എൻസൈം കറ്റാലിസിന്റെ ചില പ്രത്യേകതകളുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ് അതിന് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു 2, 3, 4 പോയിന്റ്സ് അത് അങ്ങനെ പഠിച്ചു കൊടുക്കാം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസ് ഒന്ന് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. ഒരു പെർട്ടിക്കുലർ എന്താണ് മീനിങ്? ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ എൻസൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു എൻസൈം എല്ലാ സബ്സ്ട്രേറ്റിലും പോയിട്ട് ആക്ട് ചെയ്യില്ല. ഹൈലി സ്പെസിഫിക്. രണ്ടാമത്തത് ഹൈലി എഫിഷ്യന്റ്. എന്താണ്? ഹൈലി എഫിഷ്യന്റ്. അതപ്പോ അങ്ങനെ പറഞ്ഞാൽ ഹൈലി സ്പെസിഫിക് ഒക്കെ നമുക്ക് മനസ്സിലായി. എന്താണ് ഈ ഹൈലി എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു എൻസൈം മോളിക്യൂൾ ഉപയോഗിച്ചിട്ട് സബ്സ്ട്രേറ്റിന്റെ മില്യൺ മോളിക്യൂൾസിനെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. സബ്സ്ട്രേറ്റിന്റെ മില്യൺ മോളിക്യൂൾസിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അത് ഓരോ മിനിറ്റ് കേൾക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലടോ, ഒരു എൻസൈം ചെയ്ത ഓർമ്മയില്ലേ? എൻസൈം ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റിയത് ഓർമ്മയില്ലേ? അങ്ങനെ ഈ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറി, ഇയാൾ ഫ്രീ ആയി. ഇതെന്താവും? ഇയാൾ വീണ്ടും വേറൊരാൾ തടിക്കും ഇതേപോലത്തെ ഒരു മോളിക്യൂളിനെ. എന്നിട്ടില്ല ഓരോ മിനിറ്റിലും മില്യൺ മോളിക്യൂൾസിനെ, സബ്സ്ട്രേറ്റിന്റെ ഇതുപോലുള്ള മില്യൺ മോളിക്യൂൾസിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എൻസൈമിന്റെ ഒരു മോളിക്യൂളിന് സാധിക്കും. Okay? One molecule of an enzyme can interact with million molecules of a substrate per minute. Okay, and that is why it is called highly efficient. അല്ലാതെ ഒരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞ ഇയാൾക്ക് എന്താ പറയാ, അയാൾ ക്ഷീണിക്കുന്നൊന്നുമില്ല, അയാൾ ടയർഡ് ആവുന്നില്ല. ഓരോ സെക്കൻഡിൽ അല്ല ഓരോ മിനിറ്റിൽ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും അയാൾ എന്താണ് നൂറുകണക്കിന് സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്തായടാ,
അതാണ് പറഞ്ഞത് റിയാക്ഷന്റെ സ്പീഡ് കൂടിയത്. സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ആര്? ഇയാള്. അതിന്റെ എന്താ പറയാ എൻസൈമാറ്റിക് ആക്ഷൻ ഉപയോഗിച്ചിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ മെക്കാനിസം വഴി. ഇനി മൂന്നാമത്തത്, ഓക്കെ, ഇത് ഹൈലി എഫിഷ്യന്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെ ഒരു എൻസൈം ഒരുപാട് മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ടെമ്പറേച്ചർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ആവണം. അതൊരുപാട് കൂടാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ഓക്കെ, ഇതിന്റെ മാക്സിമം എഫിഷ്യൻസിയിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചറിന് ഒരു ഓപ്റ്റിമം വാല്യൂ ആവശ്യമാണ്. ആ ഓപ്റ്റിമം ടെമ്പറേച്ചറിന് ഒരു സ്പെസിഫിക് വാല്യൂ ആവശ്യമാണ്. ടെമ്പറേച്ചർ ഒരുപാട് കൂടരുത്, ഒരുപാട് കുറയരുത്. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മാത്രമേ എൻസൈമാറ്റിക് ആക്ഷൻ ഹൈലി എഫിഷ്യന്റ് ആവത്തുള്ളൂ. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. എന്താണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ? Enzymatic action is a highly efficient at a particular temperature range, and that temperature is called optimum temperature, and which is given by 298 to 310 Kelvin. And actually our body temperature is equivalent ആണ്. room temperature body temperature ആണ്. Okay, ഇനി ടെമ്പറേച്ചർ എങ്ങാനും കൂടി എന്ന് വിചാരിക്കുക. ഒരുപാട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് റിയാക്ഷന്റെ സ്പീഡ് കൂടില്ല. എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നതല്ല, കുറയാ ചെയ്യുന്നത്. ഓക്കെ, എൻസൈം ഇനാക്റ്റീവ് ആയിക്കൊണ്ട് വരും. അങ്ങനെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വിച്ച് 60 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ടെമ്പറേച്ചർ എങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻ നടക്കൂല, എൻസൈം ഇനാക്റ്റീവ് ആവും. ഓക്കെ, അപ്പൊ എൻസൈമാറ്റിക് ആക്ഷൻ ഹൈലി എഫിഷ്യന്റ് ആവുന്ന ടെമ്പറേച്ചർ റേഞ്ചാണ് ഇത്. അതേപോലെ ഇത് ഹൈലി എഫിഷ്യന്റ് ആവണമെങ്കിൽ പി എച്ചിനും ഒരു ഓപ്റ്റിമം വാല്യൂ, ഒരു സ്പെസിഫിക് റേഞ്ച് ആവശ്യമാണ്. ആൻഡ് ദാറ്റ് റേഞ്ച് ഈസ് കോൾഡ് ഓപ്റ്റിമം പി എച്ച് വാല്യൂ. ഓപ്റ്റിമം പി എച്ച് വാല്യൂ ആൻഡ് വിച്ച് ഈസ് ഓഫ് 5 to 7. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി ഒന്നുകൂടി, ചില സബ്സ്റ്റൻസുകളുടെ പ്രസൻസിലെ എൻസൈമിന്റെ ആക്ഷൻ ഒന്നുകൂടി ഉഷാറാവും. ഏതുപോലെ ചില എന്താ പറയാ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് എന്നറിയപ്പെടുന്നവരില്ലേ, കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സിന്റെ പ്രസൻസിൽ കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ ഉഷാറാകും എന്ന് പറഞ്ഞില്ലേ. അതേപോലെ എൻസൈമുകളുടെ ആക്ഷൻ ഒന്നുകൂടി ഉഷാറാകും ഇൻ ദി പ്രസൻസ് ഓഫ് certain substances, and that are called coenzymes. Okay, so these are the important characteristics of enzyme catalysis. അപ്പോൾ ഇവിടേക്ക് കാറ്റലിസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാം കഴിഞ്ഞു. അൾട്ടിമേറ്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് കാറ്റലിറ്റിക് ആക്ഷൻ ഈസ് എ സർഫസ് ഫിനോമിന. ഓക്കെ.